പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് കടന്നു വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും 2-3 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വോട്ടെണ്ണാനുണ്ട്. ആ വോട്ടെണ്ണൽ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് 10,000-ന് മുകളിലുള്ള വോട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ആ വോട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്തായാലും നിലമ്പൂരിലെ ജനങ്ങളോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന UDF ആണ്. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അവിടെ നേരിട്ടത്. അത് എല്ലാ ഘടകകക്ഷികളും നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വിജയം കൈവരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയാണ് മുമ്പോട്ട് പോയത്. ആ തയ്യാറെടുപ്പിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതനുസരിച്ച് കാര്യങ്ങളിലേക്ക് ഉയർന്നു വരാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യങ്ങളല്ല. അത് UDF-മായി ചർച്ച ചെയ്തുകൊണ്ട് UDF-ലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻവർ 2 പ്രാവശ്യം വിജയിച്ചു എന്ന് പറയുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് അദ്ദേഹം വിജയം കൈവരിച്ചത്. അതല്ലാതെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചല്ല വിജയം കൈവരിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളത് വിലയിരുത്തൽ നടത്തിയാൽ മതി. LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം 2 തവണ അവിടെ മത്സരിച്ച് വിജയം കൈവരിച്ചപ്പോഴും ആ വിജയം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിലയിരുത്തൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരാൾക്കും അങ്ങനെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ UDF അവിടെ വിജയം കൈവരിച്ചത്. പുതിയ നേതൃത്വം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ബൈ-ഇലക്ഷനായിരുന്നു. അവിടെ ഇന്നൊരു വിജയം അല്ലെങ്കിൽ ഇതിനപ്പുറത്ത് വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നു. അല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതനുസരിച്ച് കടന്നു വരികയാണ്. അതിന്റെ ഫൈനൽ ഒരു തീരുമാനത്തിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കും വിലയിരുത്താൻ പറ്റുകയുള്ളൂ, ഞങ്ങൾക്കും വിലയിരുത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതനുസരിച്ച് ഓരോ മേഖലകളിലും കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ PV അൻവർ പറഞ്ഞിരുന്നത് ആര്യാടൻ ഷൗക്കത്ത് 3ാം സ്ഥാനത്ത്, ഞാൻ 11 നിയമസഭയിലേക്ക്, സ്വരാജ് 2ാം സ്ഥാനത്താണ് PV അൻവർ ഇന്നലെ പറഞ്ഞിരുന്നത്. അല്ല, അതേക്കുറിച്ച് PV അൻവറിന് മറുപടി പറയാനല്ല ഞാനിപ്പോൾ UDF-മായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ചെയ്ത കാര്യങ്ങളും UDF-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിജയം കൈവരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളേറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എത്തിയത്. തുടക്കം മുതൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലീഗിന്റെ ശക്തി കുറഞ്ഞെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ലീഡ് ഉയർത്താൻ UDF-ന് കഴിഞ്ഞത് ലീഗ് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഞാനത് തന്നെ പറഞ്ഞു, UDF-മായി സഹകരിച്ചുകൊണ്ട് എല്ലാ ഘടകകക്ഷികളും അതിന്റെ നേതാക്കന്മാരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂരിൽ ഇത്രമാത്രം വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. BJP-യുടെ വോട്ടുകൾ വ്യാപകമായി UDF-ലേക്ക് മാത്രമെന്ന് സ്ഥാനാർത്ഥി തന്നെ കഴിഞ്ഞ ദിവസം പറയുന്ന സാഹചര്യമാണ് വിജയത്തിലേക്ക് നയിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ BJP-യുടെ വോട്ടൊന്നും ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അത്തരത്തിൽ ഞങ്ങൾ വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന്റെ മഹാസഭയടക്കം അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമികളൊക്കെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. അതിനുള്ള മറുപടി എന്താണ്? അതൊക്കെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ആ മറുപടിയിലെല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ ആവർത്തിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുമ്പോൾ അത് വീണ്ടും അതേക്കുറിച്ച് പറയുന്നതിന് ഇപ്പോൾ തയ്യാറല്ല. ഇത് സമയമുണ്ട്, ഇനിയുണ്ട്. അന്നേരം നമുക്ക് പറയാം.